അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കേക്ക് നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നന്നായിട്ട് 2 കേക്കും തണുപ്പിച്ചിരിക്കണം. താഴത്തെ കേക്ക് എസ്പെഷ്യലി നല്ല രീതിയിൽ തണുത്തിരിക്കണം, സെറ്റായിരിക്കണം. തലേന്ന് തന്നെ അത് സെറ്റാക്കിയ കേക്കിൻ്റെ മുകളിലേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റിക്ക് സേഫ് ആക്കി കുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് കേക്ക് സ്റ്റാക്കിങ് ചെയ്യുക കേട്ടോ. സ്റ്റാക്കിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തത് എവിടെയെങ്കിലും ടച്ച് ആവാതെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ട്രാവലിംഗ് ടൈമിൽ നല്ല വെയിറ്റ് ഉള്ള കേക്ക് ആയതുകൊണ്ട് ഇത് 4.5 kg കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കിയതിന് ശേഷം 2 സൈഡിലായിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഡവൽസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്കും കാര്യങ്ങളും നൈസായിട്ടുള്ള സൈസ് കൊടുക്കാതിരിക്കുക. നല്ല വെയിറ്റുള്ള കേക്ക് ആകുമ്പോൾ കുറച്ച് വലിയ ഡവൽസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സിനെ നമ്മൾ ഈ ഒരു കളറാക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോക്കും ഇതിൻ്റെ കേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, പുതിയ കൂട്ടുകാരാണെങ്കിൽ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഋഷാസ് റെസിപ്പി.